ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു 23കാരിയായ പെൺകുട്ടി അതിൻ്റെ ന്യൂ ബോൺ ബേബിയെ ഫ്ലാറ്റിൽ നിന്ന് താഴെയിട്ട് കൊലപ്പെടുത്തി. അതിനെക്കുറിച്ചാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നു. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്താം. സത്യത്തിൽ ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ എന്താണ് പറ്റിയത്? പഠിക്കാൻ പോണ കുട്ടി അത്ര അവർ. ആ കുട്ടി ആ വീട്ടിൽ പഠിക്കാൻ പോണു. പിന്നീട് അവർ ഗർഭിണി ആയതുപോലും അച്ഛനും അമ്മയും ആ ഫ്ലാറ്റിന് തൊട്ടപ്പുറത്തെ ഫ്ലാറ്റുകാർ ആരും അറിഞ്ഞിട്ടില്ല. കാരണം ഇതിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പ് കുറഞ്ഞു വരുന്നു എന്നുള്ളത് അല്ലേ? അങ്ങനെ മക്കൾ വേറെ ലോകത്ത്, മാതാപിതാക്കൾ വേറെ ലോകത്ത്. തിരക്കുള്ള ഈ ലോകത്ത് ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരു രീതിയിലായി. പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളൊക്കെ വിട്ടു വന്നാൽ നമ്മൾ സ്കൂളിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും നമ്മുടെ മാതാപിതാക്കളോട് പറയും. ഇന്ന് എന്തൊക്കെ സംഭവിച്ചു, ഇതൊക്കെ ഉണ്ടായി. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ തന്നെ അത് കേൾക്കാനോ ഒരു കൗതുകത്തോടെ അതെല്ലാം കേൾക്കുകയും ചെയ്യായിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ മക്കളാണെങ്കിലും അവർക്കും അമ്മമാരുമായിട്ട് അധികം സംസാരമില്ല. അവരവരുടെ ലോകത്തും, അതേപോലെ തന്നെ മാതാപിതാക്കൾ അവരവരുടെ ലോകം. അതായത് കുടുംബം, അച്ഛനും അമ്മയും മക്കളും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇന്ന് ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ കഴിയാതെ ഒരവസ്ഥയാണ്. ഈ കുട്ടി പഠിക്കാൻ പോകുകയാണ്. അപ്പോൾ മക്കൾ പഠിക്കാൻ പോകുകയാണെങ്കിൽ പോലും അവരുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് അന്വേഷിക്കണം. അപ്പോൾ ഈ കുട്ടി ഗർഭിണി ആയതുപോലും ആ വീട്ടിലെ അച്ഛനും അമ്മ ഇതൊന്നും അറിഞ്ഞിട്ട് തന്നെയല്ല, ഒരു വീട്ടിൽ താമസിച്ചിട്ട് പോലും. അപ്പോൾ എത്രത്തോളം ഗ്യാപ്പ് ഉണ്ട് അവർ തമ്മിൽ എന്നുള്ളത് നമുക്കിത് തന്നെ മനസ്സിലാക്കാം. ഇന്നത്തെ മക്കൾക്കൊക്കെ എന്താണ് പറ്റിയത്? ഇപ്പോൾ പ്രണയിക്കുന്നതൊക്കെ നല്ലതാണ്. ഇപ്പോൾ പ്രണയമായിരുന്നു എന്നാണ് പറയുന്നത്. പ്രണയിക്കുന്നതൊക്കെ നല്ല രീതിയിലുള്ള ഹൈറായ പ്രണയം നല്ലതാണ്. പക്ഷെ അത് ഇത്തരത്തിലുള്ള ഒരു ഒന്നിച്ച് ജീവിതകാലം ജീവിക്കാൻ വേണ്ടി മാതാപിതാക്കളുടെ പൊരുത്തത്തോടു കൂടി ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം പ്രണയം. ഈ നമ്മൾ രണ്ടാളുകളും ആണായാലും പെണ്ണായാലും തിരഞ്ഞെടുക്കുന്ന വ്യക്തി അവരുടെ ക്യാരക്ടർ ഒക്കെ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ അഥവാ അവരുടെ ക്യാരക്ടർ നല്ലതല്ലെങ്കിൽ അത് വിട്ടൊഴിഞ്ഞ് പോരാനും കൂടി നമ്മൾ ശ്രമിക്കണം. അല്ലാതെ നമ്മൾ ഇന്ന് എന്തെങ്കിലും ചതിക്കുഴിയിൽ ചെന്ന് പെട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് ഈ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ അവർ വെറും കാമഭ്രാന്തിന് മാത്രമാണോ പ്രണയിക്കുന്നത് എന്നൊക്കെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ വന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഇന്നത്തെ പ്രണയം യഥാർത്ഥ പ്രണയമാണോ എന്തോ അറിയില്ല. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ആ കുട്ടിയും അവരുടെ ബോയ് ഫ്രണ്ടും അവർ ഗർഭിണിയായ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അയാളത് കാര്യമാക്കിയില്ല തോന്നുന്നു. അപ്പോൾ കുട്ടിയുടെ അവരുടെ സ്വയം രക്ഷക്കായിരിക്കാം പുറത്ത് പറഞ്ഞാലുണ്ടാവുന്ന ആപത്ത് ആലോചിച്ചിട്ടായിരിക്കാം ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞത്. എന്തൊക്കെയായാലും അത് കൊന്നു ഇപ്പോൾ ഒന്ന് ആലോചിക്കാമായിരുന്നു. തൻ്റെ കുഞ്ഞല്ലേ, അഥവാ കൊന്നു കളഞ്ഞാൽ തന്നെ ഇത് മറ്റുള്ളവരറിഞ്ഞാൽ താൻ ജയിലിൽ പോകില്ലേ, അല്ലെങ്കിൽ തൻ്റെ അച്ഛനും അമ്മയ്ക്കും വിഷമാവില്ലേ? അങ്ങനെ കാര്യങ്ങളൊന്നും ആലോചിച്ചില്ല. പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത ആ കുഞ്ഞ് എന്ത് വഹിച്ചു? അവരുടെ വയറ്റിൽ ജനിച്ചു എന്നുള്ളത് മാത്രമാണ് ആ കുട്ടി ചെയ്ത ഒരൊറ്റ തെറ്റ്. ആ ഒരു പിഞ്ച് പൈതൽ എത്രത്തോളം വേദന സഹിച്ചിട്ടുണ്ടാവും അതിനെ ഇങ്ങനെ ക്രൂരമായി കൊന്ന സമയത്ത്. സത്യത്തിൽ മാതൃത്വത്തിൻ്റെ വില കളയുന്ന ഒരു പ്രവൃത്തിയല്ലേ ആ കുട്ടി ചെയ്തത്?
ഇത്തരത്തിലുള്ള സംഭവമൊക്കെ നമ്മുടെ സാക്ഷര കേരളത്തിന് നാണക്കേടല്ലേ? നമ്മൾ എത്ര വിദ്യാസമ്പന്നരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ലജ്ജിച്ച് തല താഴ്ത്തി പോവുകയാണ്. ഇപ്പം ആ കുഞ്ഞിനെ അതുകൊണ്ട് ആ കുട്ടിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായത്? കുറച്ചു കാലം ശിക്ഷ അനുഭവിക്കാം. ആ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു നൽകാൻ അവർക്ക് കഴിയുമോ? അവർക്ക് നഷ്ടപ്പെട്ട അതേപോലെ തന്നെ ആ മാതാപിതാക്കളുടെ വേദന അത് എത്രത്തോളമാണ്? പുറത്തിറങ്ങാനുള്ള ഒരു തെറ്റ് പറ്റിപ്പോയാൽ അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കണം. അതായത് വന്നതിൽ മാതാപിതാക്കളോട് കാര്യം പറയാമായിരുന്നു, തെറ്റ് പറ്റി എന്നുള്ളത് ജസ്റ്റ് സൂചിപ്പിക്കാമായിരുന്നു. മാതാപിതാക്കളുടെ പ്രതികരണം ഭയന്നിട്ടാകാം, എങ്ങനെ പ്രതികരിക്കും എന്ന് ആലോചിച്ചിട്ടായിരിക്കാം. അങ്ങനെ ഒരു ഭയം ആ കുട്ടിയുടെ ഉള്ളിൽ വരാനുള്ള കാരണം എന്താ? എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളോട് ഷെയർ ചെയ്യാത്ത ഒരു തലമുറയാണെന്നുള്ളത്. ഷെയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ മാതാപിതാക്കളോട് പറയും. അവരതിനനുസരിച്ച് നല്ല ഉപദേശങ്ങളും കൊടുക്കും. അപ്പം അതുകൊണ്ടാണ് അവർക്ക് മാതാപിതാക്കളോട് എന്താ പറയുക, തുറന്ന് പറയാനുള്ള ഒരു ഭയം ആ കുട്ടിക്ക് ഉണ്ടായത്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അവർക്ക് തക്കതായ ശിക്ഷ കിട്ടും ചെയ്യട്ടെ. ശരി, അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.